അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസച്ചന്റെ അടുത്തെത്തിയത്. റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മളിന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക്ക് ഫാദർ പൗലോസ്. ആ പൗലോസച്ചനായിരിക്കണം എല്ലാത്തിന്റെയും കിങ് പിൻ. എങ്കിൽ എന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ട് അയക്കണം? ഒരുപക്ഷെ കഥ അറിയാതെ ആട്ടം കാണുകയാവും. ഒരു മുൻപരിചയവുമില്ല. ലേത്ത് ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്ന കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്. അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ അയാൾ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവു വച്ചു. നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ. பழனி ஆண்டவா, முருகா, ஆண்டலூர் விநாயகரே, இந்த வாட்டியும் வழக்கப்படி பணத்தை கரெக்டா கொடுத்துடு. பொன்னுசாமி ஐயா, சாப்பிட்டல்ல? ஆமாங்க. வண்டி எடுப்பா. பொன்னுசாமி ஐயா, போய் சோடா கடை ஏதாவது சாப்பிட்டு வா. சரிங்க. ஐயா, நான் தான் நாகப்பா. ஆமாங்க, கிளம்பியாச்சு. ஆமாங்க ஐயா, ஆமா. ஆமா ஐயா, வைக்கட்டுமா? சார்ஜ் ஜாஸ்தி ஆகும் ஐயா. சரிங்க ஐயா. ஐயா, பொந்தலூர் வரைக்கும் ஒரு ஆள் லிஃப்ட் கேக்குறாங்க. லிஃப்ட் கிஃப்ட் ஒண்ணும் முடியாது. நீ வண்டி அடியா. ഇച്ചിരി ഒന്ന് മാറിയിരുന്നേ. വലിയ ഉപകാരം അച്ഛൻ. கடவுளே. ஆமா, பொந்தலூர் பட்டிக்காடாச்சே. ஐயாவுக்கு அங்க என்ன பிசினஸ்? അവിടെ പ്രത്യേകിച്ച് ബിസിനസ് ഒന്നുമില്ലടോ. ഒരുത്തനെ കാച്ചണം. അതിപ്പോ വെടിവെച്ച് കൊല്ലണോ അത് അവിടെ ചെന്ന് കത്തിയെടുത്ത് കുത്തിമലത്തണോന്ന് അവിടെ പോയിട്ട് തീരുമാനിക്കും. പൊന്നുചാമി പൊന്നിച്ചാമി കിന്നിച്ചാമി ഒന്നല്ലേ, പരമ റാസ്കൽ. നല്ല അന്തസ്സുള്ള അയ്യങ്കാര് കുടുംബത്തിൽ പറഞ്ഞവനെ കയറി പൊന്നിച്ചാമി എന്ന് വിളിക്കുന്നു. അയാൾ ഗുരുമൂർത്തി. പൊന്നുചാമി എങ്ക? പൊന്നിച്ചാമി അല്ല, മേലെ അനപ്പിയാച്ചു. കടവുളെ കൊല പണിയാച്ചാ. ഗുരുമൂർത്തി, വണ്ടിയുടെ മധുര, ശിവകാശി, ബിരുദനഗർ. എങ്ങോട്ടാണോ? വലത്തോട്ടെടുക്ക. എന്താണോ ഒരു വെപ്രാളം? ബന്ധം എന്തോന്നല്ല കാര്യം പറയടാ. കൊഞ്ചും കിഞ്ചും ഒന്നും കിടയാത്. കറക്റ്റാ ചൊല്ലടാ. ഇത് തന്നെ ശരിയാണ് ശിവകാശി റൂട്ട്. ആമയല്ല, പാമ്പ്. ആണാ നാമ പോക വേണ്ടിയ ഇടം ശിവകാശി ഇല്ല സാർ. മൂർത്തി, വണ്ടി എടുത്ത്. സത്യം പറടാ, എവിടേക്കാണ് ലോഡ്? எனக்கு தெரியாது சார். நிஜமா எனக்கு தெரியாது சார். நான் வெறும் ஏஜென்ட் சார். இந்த வண்டியில இருக்கிற லோடு எங்க போய் சேரும், யாருகிட்ட சேரும், எனக்கு ஒண்ணுமே தெரியாது சார். പിന്നെ റൂട്ട് ശരിയല്ലെന്ന് നീ പറഞ്ഞതോ? அது உண்மை சார். ആണ്ടലൂർ വരയ്ക്കും தான் எனக்கு டியூட்டி சார். ആണ്ടല്ലൂരോ? ഏത് കോത്താഴത്തിലാണ്?
சென்னை ரூட் சார். ചെന്നൈ റൂട്ടിൽ എവിടെ? கோயம்புத்தூர்ல இருந்து லெப்ட், செந்தாப்பூர்ல இருந்து லெப்ட். അവിടെ എന്താടാ ബിസിനസ്? லாரி சாவிய அங்க விநாயகர் சிலை பக்கம் வைக்கணும். அங்க என் பணம் கரெக்டா வரும். பணத்தை எடுக்கணும், ஜீப்ல ஏறணும், இடத்த காலி பண்ணணும், அவ்வளவுதான் சார். அங்க இருந்து இந்த லோடு யார் எடுத்துட்டு போகும்? தெரியாதுங்க சார். திரும்பி பார்க்காமலே போயிடணும். அதான் ஐயாவோட ஆர்டர். ஒருவேளை திரும்பி பார்த்தேன்னு வச்சுக்க, அவ்வளவுதான் சார். இதை விட பெரிய துப்பாக்கி அவங்க கிட்ட இருக்கு சார். நான் புள்ள குட்டிக்காரன் சார். உயிர் மேல ஆசை இருக்காதா சார்? ആരടാ അവൻ? എന്താ ആളുടെ പേര്? ராஜமாணிக்கம். രാജമാണിക്കോ? രാജമാണി தெரியாதுங்க சார். இந்த பிசினஸ் ஆரம்பிக்கும் போது முதலா ஒரே ஒரு வாட்டி தான் சார் நான் பாத்திருக்கேன். மீதி பிசினஸ் எல்லாம் போன்ல தான் சார். എത്രയാടാ അവന്റെ നമ്പർ? 9843059696. പരിചയം തോന്നുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതൊരു പക്ഷേ രാജമാണിക്യത്തിന് റോങ് സിഗ്നൽ ആയാലോ? റിവേഴ്സ് സെന്റർ സ്ട്രേറ്റ് വേണ്ടല്ലോ. ഹലോ ഹലോ. ஆண்டவா, நீதாப்பா காப்பாத்தணும். வண்டி எடு, வண்டி எடு. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ സാറേ. ആരാടാ നീ? ജോസഫേ. എങ്ങടാ? Stop it! Good. 10 o'clock. 10 മണി. 7:30 ഇവിടെ എത്തേണ്ടവൻ ബഷീർ. 10 o'clock. 10 മണി. എവിടെ? നോ കമ്മ്യൂണിക്കേഷൻ. മീനാക്ഷി പുറത്ത് നിന്ന് പുറപ്പെട്ടപ്പോ വിളിച്ചു. ഇന്നലെ ഓൺ ദ വേ. പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചാ കിട്ടുന്നുമില്ല. Where is he? Missing. Gone with the wind. കാറ്റ് കൊണ്ടുപോയി. ലോറി മൊത്തം. A truckload of iron and bashir. All gone. എന്ത് കാറ്റ്? എങ്ങോട്ട് പോയി? No, 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 no. എങ്ങോട്ട് പോയെന്ന് അറിയണമെങ്കിൽ കാറ്റ് എവിടുന്ന് വന്നു എന്നറിയണം. യെസ്, ബഷീറിന്റെ യാത്ര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, എപ്പിസോഡ് ബൈ എപ്പിസോഡ്. പിടികിട്ടുന്നില്ല അല്ലേ? Rewind, rewind, rewind the incidents, man. ഇവിടെയും എവറിത്തിങ്സ് ഓക്കെ ആസ് യൂഷ്വൽ. നാഗപ്പ ചെട്ടിയാർ ലോറി പാർക്ക് ചെയ്ത് സ്വന്തം ജീപ്പി കയറി പോന്നു. So far, so good. Okay? യെസ് സർ. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. Rewind again. നാഗപ്പ ചെട്ടിയാർ മീനാക്ഷിപുരത്ത് നിന്ന് പിന്നോട്ട് to the starting point. Rewind. ചെട്ടിയാർ പുറപ്പെടുന്നതിന് മുമ്പ് സാറിനെ വിളിച്ചിരുന്നല്ലോ. So what? Bloody useless. പുറപ്പെട്ട ചെട്ടിയാരല്ല മീനാക്ഷിപുരത്ത് ലോറിയുമായി എത്തിയത്. On the way, one manipulation. എന്താ?
അങ്ങനെ നടന്നൂടെ? അതറിയാൻ വഴി ഒന്നേ ഉള്ളൂ, ഒരു ഡ്രാസ്റ്റിക് റീവൈൻഡ്. വെരി ഡ്രാസ്റ്റിക്. Gregory, get me Panika. Sir. Quick. ബാപ്പ വരും മോളെ. ലൈല, be quick. നമ്മൾ എങ്ങോട്ടാണ്? സാറിന്റെ തിടുക്കവും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വരൂ. സത്യം പറയണം, മുഹമ്മദ് എവിടെ? ഒക്കെ പറയാം. കമോൺ. Blistering barnacles. Useless blinker. ശമ്പളം വാങ്ങി ഞൊട്ടി തിന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടറൽ. സാർ ആരെ പറ്റി പറയുന്നത്? എന്നെ തന്നെയാണോ? ആ പൗലോസ് അച്ഛന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു. ഷെട്ടിയെ ഭാര്യയും കൊച്ചിനെയും പുന്നരിക്കാൻ ആളിനെ വിട്ടു ആദ്യം. അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. അത് നന്നായില്ലേ സാർ? അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് താഹിർ സാഹിബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? അതിനല്ലേ കഴിഞ്ഞുള്ളൂ. ഷെട്ടി രക്ഷപ്പെട്ടില്ലേ? എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ. റാസ്കൽ. ഒരു യൂസ്ലെസ് റെയ്ഡ് നടത്തിയ നമ്മളൊക്കെ വിഡ്ഢികൾ. എന്താണോ കണ്ണും ഒന്നും കാണില്ലേ? സോറി സാർ, ജയിലറുടെ മെസ്സേജ് ഉണ്ട്. ചക്രമണി അവിടെ തന്നെ ഉണ്ടെന്ന്. നോ, നെവർ. ആ ഇഡിയറ്റ് ലൈനിലുണ്ടോ ജയിലർ? വേണമെങ്കിൽ കണക്ട് ചെയ്യാം സാർ. വേണ്ട വേണ്ട സാർ, ചക്രപാണി ജയിലിലുണ്ടെന്ന് ജയിലർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം സാർ? സാർ, ആ പൗലോസ് അച്ഛനെ പോലെ ഒരു നിസാറിനെ കൊല്ലാൻ എന്തിനാണ് ചക്രപാണി? സാർ, ആ കൊല നടത്തിയത് ചക്രപാണി തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം? നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ. പൗലോസ് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കേ. മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്തു മുതൽ നെഞ്ചിലൂടെ ലെങ്സും ലിവറും ഡയഫ്രോം കട്ട് ചെയ്ത് വിസറയിലെത്തി നിൽക്കുന്ന ആഴമേറിയ മുറിവ്. ക്ലോസ് ഇറ്റ് ആൻഡ് റീഡ് ദിസ്. സാർ, ഇതാ റോയി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ലേ? യാ. കോസ് ഓഫ് ഡെത്ത്, മരണകാരണം വായിക്കേ. നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ്, അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ്. എനിത്തിങ് മോർ? നത്തിങ് സർ. ഡോഗ് ബൈറ്റ്. ഇറ്റ്സ് എ ക്ലോസ് ഫയൽ. റീഓപ്പൺ ഇറ്റ്. ടേക്ക് പേജ് നമ്പർ 7. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലും നിസ്സാരമായി തള്ളിയ പേജ് നമ്പർ 7 വായിക്കേ. മരണകാരണമല്ലെങ്കിലും കഴുത്തിൽ നിന്ന് ലെങ്സിനെയും ലിവറിനെയും ടച്ച് ചെയ്ത് വിസറ വഴി കടന്നു പോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ്. See the similarities. പൗലോസ് അച്ഛന്റെയും റോയ് അലക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന
ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മീൻസ് 2 കൊലപാതകങ്ങളുടെയും പിന്നിൽ മേർഡർ മോഡസ് ഓപ്പറാൻഡി റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ കൊലയാളി ഉണ്ടായിരുന്നു. Am I right? യെസ് സാർ. ചില കുറ്റവാളികൾ അങ്ങനെയാണ്. അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും. റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രപാണി വെട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ക്രിമിനൽ ഷീസോഫ്രീനിയ. അതിവനുണ്ട് ചക്രപാണിക്ക്. ചക്രവാണി തന്നെയാണ് റോയി അലക്സിനെ കൊന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ സാർ? അത് ഉറപ്പല്ലടോ സ്വാമി. അവന്റെ നാടക വാനിനെ റോയ് പിന്തുടരുന്നത് ശിവറാം കണ്ടല്ലോ. ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആണ് സാർ. എടോ പരമ, ഇത് കോടതിയല്ല. ഇറ്റ്സ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ. ഇവിടെ ഇല്യൂഷൻസും ഇൻറ്റ്യൂഷൻസും ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ്. ഊഹാപോഹങ്ങൾക്ക് അതിന്റേതായ പ്രസക്തിയുണ്ടെന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ? യെസ് സാർ. Then take the list. ഏത് ലിസ്റ്റ്? ഷെട്ടിയുടെ ഔട്ട് ഗോയിങ് ടെലിഫോൺ കോൾസിന്റെ ലിസ്റ്റ്. എന്താ ട്രേസ് ഔട്ട് ചെയ്തില്ലേ? യെസ് സാർ. സർ, എല്ലാ നമ്പറുകളും ട്രേസ് ഔട്ട് ചെയ്തു എക്സെപ്റ്റ് 1 നമ്പർ 356525. എന്തുകൊണ്ട് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല? അല്ല, ഇതൊരു അൺലിസ്റ്റഡ് നമ്പറാണ് സർ. ടെലിഫോൺ ഡയറക്ടറിയിൽ ഇല്ല. സാർ, കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇത് പറയത്തില്ല. 356525 unlisted. Come on, let's make it enlisted. സാർ, എങ്ങനെ? ഇമ്മീഡിയറ്റ് കോർട്ട് ഓർഡർ ഉണ്ടാക്കും അല്ലേ സാർ? എടോ സ്വാമി, വെറുതെ തലച്ചോറ് വൃത്തികേടാക്കല്ലേ. നമ്പർ നമുക്കറിയില്ലേ. ജസ്റ്റ് ഡയൽ ദ നമ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട്. ദാറ്റ്സ് ഓൾ. യെസ് സാർ. ഹലോ സാറേ, ഞാനാ ബഷീർ. ബഷീറോ? നീ ഇത് എവിടെ നടാ പോയി? ഞാൻ എന്നാലും എന്റെ ചെറുക്ക, നീ ഒരുമാതിരി മറ്റേടത്ത മുങ്ങലല്ലേ മുങ്ങിയത്. നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രപാണിയെ ജയിലിൽ നിന്ന് വരുത്തി പൗലോസച്ചനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി. എന്നെ പോക്കണം കേടാ മനുഷ്യനെ. ഉള്ള വേണ്ടാതിനല്ല ഫോണിൽ കൂടെ വിളിച്ചു കൂന്നേ. അത് നേരാ. എന്നാ വേണ്ട, പറഞ്ഞതിങ്ങി എടുത്തിരിക്കുന്നു. നീ ഇപ്പൊ എവിടെന്നാ? മുതലാളി എവിടെ ഉണ്ട് സാർ? അത് കൊള്ളാം. അതങ്ങനെ എന്നോട് പറയുമോ? ചക്രപണിയോ? അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. നീ ഇപ്പൊ എവിടെന്നാ അത് പറ. ആ പുളുന്തൻ SP ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക. അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ. ഓവർബ്രിഡ്ജിനടുത്താ. അവിടെ തന്നെ പതുങ്ങിക്കോ. ഞാൻ ദാ എത്തിപ്പോയി. എടിയേ, ഇരുട്ടുവാക്ക് നീ കോലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാ തിരിച്ചറിയോടി? ഇങ്ങനൊരു മക്കുണൻ. ഇരുട്ടുവാക്കിനെന്നല്ല, നട്ടപ്പുറ വെയിലത്ത് പോലും ഒരവനും കണ്ടാ മനസ്സിലാവത്തില്ല. ദേ, പിന്നെ ആ ബഷീറിനെ കാണുമ്പോ ഓവർബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് കീച്ചിക്കിനാരും പറയാൻ നേരത്തെ ഇങ്ങ് വന്നേക്കണം. അതിനെന്നാ ഞാൻ പോകുന്നേ? പിന്നെ ഇത് ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാലേ വണ്ടിയെ തന്നെ കിടന്ന് ഉറങ്ങിക്കോണം. ബാക്കിയുള്ളവർക്കൊന്ന് ഉറങ്ങാനുള്ളതാ. ഓ, വടക്കോട്ട് പോയും ദേ വരുന്നു. പിന്നെ നല്ല ഒന്നാന്തര ആമ്പർന്നോമാര് പാലയിലും രാമപുരത്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് ഈ മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത്. അയ്യോ, സാരായിരുന്നോ? ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയാ ഞാൻ ഏതാണ്ട് പോകണങ്കേട് വിളിച്ചു പറഞ്ഞത്. എന്നാ സാറേ ഈ നേരത്ത്? അത് പിന്നെ അകത്തേക്ക് അല്ല, അകത്തേക്ക് വന്നോട്ടേന്ന്. അത് പിന്നെ ചോദിക്കണോ സാറേ? എന്നാലും എന്റെ സാറേ, എന്നാ ഒരു വരവായിപ്പോയി ഇത്. മണി എത്രയെന്നാ വിചാരം? 2 കഴിഞ്ഞു. അത് ഞാൻ ഇപ്പൊ പുറത്തു പോകുമെന്ന് സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാ മനസ്സിലായത്? അത് ദൈവാനുഗ്രഹം. ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിന് ഇറങ്ങിയതാ ഞാൻ. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ഗ്ലെയർ അടിച്ചു. റൂട്ട് മാറ്റി ബ്രെയിൻ വേവ് കറക്റ്റ് ആയി. അല്ല, മൂപ്പർ എവിടെ പോയതാ ഈ നേരത്ത്? എന്തൊരു മനപ്പൊരുത്തം. ബീറ്റ് പോലീസുകാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പുള്ളിക്കാരനും അതിന് തന്നെ പോയതാന്നേ. വെരി ഗുഡ്, വെരി ഗുഡ്. അന്ന് ചാർജ് എടുക്കാൻ വന്നപ്പോ മൊത്തം ഒരു വരട്ടി അത് ഞാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച്
എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന്? അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പോഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത്. മിസ്സസ് ആലിസ് ജോൺ വെർഗസിന് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ ക്യാൻ ഐ ഗെറ്റ് മിസ്റ്റർ ചക്രപാണി? അല്ല സാർ എന്നായി പറയുന്നേ? മൂർത്തി സാർ, അതൊക്കെ ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. ആ നീ ഇപ്പൊ എവിടെന്നാ അത് പറ. അത് പറ, എവിടുന്ന്? അതങ്ങ് പറ മോളെ.
ഇത്തിരി ഓവറായി അല്ലേ? ഇപ്പൊ തന്റെ മുഖം കണ്ടാൽ ഒരു ടഫ് ഫിസിക്കൽ എൻകൗണ്ടർ കഴിഞ്ഞ ലക്ഷണമേ ഇല്ല അല്ലേ? സി മിസ്റ്റർ ചക്രപാണി, ദാ ഈ വീഡിയോ ക്യാമറയും തന്റെ കെട്ടിയൊരുങ്ങലും ഒക്കെ ജസ്റ്റ് ഫോർ അവർ അസോസിയേഷൻ സേക്ക്. പ്രതിയെ തല്ലാൻ പാടില്ല, സോ ഞാൻ തന്നെ തല്ലിയിട്ടേയില്ല. ഓക്കെ ഗ്രിഗറി? ജാമ്യം ലഭിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും റഹീം ഹാജി കൊലക്കുറ്റം ഏറ്റെടുക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? കമോൺ. ഏത് കോടതി ശിക്ഷിച്ചാലും ഷെട്ടി സാറിനെ രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജയിൽ രേഖകളിൽ ഇപ്പോഴും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ചക്രപാണി കഴിഞ്ഞ രാത്രി പുറത്തു വന്നത് പൗലോസ് അച്ഛനെ കൊല്ലാൻ മാത്രമായിരുന്നു? അതെ. നോ. വൃദ്ധനായ ഒരു പുരോഹിതനെ കൊല്ലാൻ തന്നെപ്പോലൊരു മസിൽമാന്റെ സഹായം എന്തിനാണ് ഷെട്ടിക്ക് ആവശ്യം? ഹോമിസൈഡ്, നരഹത്യ, ഇതൊക്കെ ഒരു കലയാക്കിയവർ ഷെട്ടിയുടെ സംഘത്തിലുണ്ടല്ലോ വേറെയും. സ്വയം കൊല ചെയ്ത് വിനോദിച്ചിരുന്ന ഷെട്ടിയും കൂടി സാക്ഷി നിൽക്കെ നീ പൗലോസ് അച്ഛനെ വെട്ടിവീഴ്ത്തി. അതെ. ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായില്ല ചക്രപാണി. അതിനുവേണ്ടി മാത്രമായിരുന്നോ അയാൾ നിന്നെ പുറത്തു കൊണ്ടുവന്നത്? അല്ല. പിന്നെ? കമോൺ, കണ്ടിന്യൂ. എന്നെ രക്ഷപ്പെടുത്താനായിരുന്നു. ഹൗസ് ബോട്ട് എന്നെയും കൊണ്ട് അഴിമുഖത്തെത്തുന്നതും കാത്ത് ഷെട്ടി സാറിന്റെ പത്തേമാരി അവിടെ ഉണ്ടാവും. അവിടെ ഷെട്ടി ഉണ്ടാവോ? ഇല്ല. ബോട്ടുകാരെന്നെ കൊളംബോയിലെത്തിക്കും. അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ടിൽ സിംഗപ്പൂർക്കും. സിംഗപ്പൂരിൽ എന്ത് ചെയ്യണമെന്ന് സത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല സാർ. കഴിഞ്ഞ സെപ്റ്റംബർ 18 നിന്റെ നാടകവണ്ടിയെ പിന്തുടർന്ന റോയ് അലക്സിനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു? റോയ് റഹീം ഹാജിയുടെ ആളാണെന്ന് ബഷീർ പറഞ്ഞ് ഷെട്ടി അറിഞ്ഞിരിക്കും അല്ലെ? അതെ. മലയാളം വൃത്തിയായി വായിക്കാൻ പോലും അറിയാത്ത ചക്രപാണി എന്ന പഴയ കട്ടൻ വലിക്കാരനെ അക്കാഡമി അവാർഡ് ജേതാവായ നാടക സംവിധായകനാക്കി ഷെട്ടി മാറ്റിയത് വിദേശ നാണ്യം ശേഖരിക്കാനുള്ള മറയായിട്ടായിരിക്കും അല്ലെ? ധാരാളം എക്സ്പോർട്ട് ബിസിനസ് ഉള്ള നരേന്ദ്ര ഷെട്ടിക്ക് വിദേശ നാണ്യത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ലെന്നറിയാം. എന്നിട്ടും ബാങ്ക് റേറ്റിലും വളരെ ഉയർന്ന തുക കൊടുത്ത് ഡോളറുകൾ വാങ്ങിക്കൂട്ടി പുറത്തേക്ക് കടത്തിയിരുന്നത് ആരാണ്? ഞാനാണ്. എങ്ങനെ? പത്തേമാരി വഴി. എവിടെ? കൊളംബോയിലേക്ക്. അവിടെ ആരെയാണ് പണം ഏൽപ്പിക്കുന്നത്? ഷെട്ടി സാറിന്റെ ഒരു ഏജന്റിന്. ഷെട്ടിയുടെ എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ആഫ്രിക്കയിലാണല്ലോ. എനിക്കറിയില്ല സാർ. ഇതെന്താണെന്ന് അറിയോ? അറിയില്ല. അറിയില്ല?